ഹരിഹരന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടായിരിക്കുന്നു. അതിന് പിന്നിൽ CPM എന്ന് അദ്ദേഹം സംശയിക്കുന്നു. സ്വാഭാവികം. ഞാൻ ഈ ചർച്ച പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അധമ വർത്തമാനം ഇന്നലെ പറഞ്ഞ ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യന്റെ ശബ്ദം എൻ്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അത്തരമൊരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ബോംബേറിനെ കുറിച്ചാണ് ചോദ്യം. കേൾക്കൂ, നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഒരു അന്തസ്സുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്, ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല. ആഞ്ജനേയ സ്വാമി. ഒരാളെ കൊണ്ടുവരിക. താങ്കൾ വാർത്തയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കേണ്ടതില്ല. ഇങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. സ്മൃതി ആരുടെ ദാസ്യവേലയാ ചെയ്യുന്നത്? അല്പം നാണം വേട്ടോ കേട്ടോ. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. നിങ്ങൾക്കൊരു നാണം വേണ്ടേ? നിങ്ങൾ നാണമുള്ളൊരു സ്ത്രീയാണോ നിങ്ങൾ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. നല്ല പ്രയോഗം. താങ്കൾ സംസാരിക്കൂ. KS ഹരിഹരനെ വിമർശിച്ചുകൊണ്ട് താങ്കൾ എന്നെ പറയുന്നത് താങ്കൾ വിശദീകരിക്കും. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം. നിങ്ങൾ ആ സ്ത്രീ ലംബടനായ മനുഷ്യനോട് നിങ്ങൾ ചോദിച്ച ചോദ്യം. ഒരു മിനിറ്റ്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായണ. സ്ത്രീ ലംബടനായ മനുഷ്യനോട് നിങ്ങൾ ചോദിച്ച ചോദ്യം. ഒരു മിനിറ്റ്. ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഈ ചർച്ചയിൽ ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം. ഈ ചർച്ചയിൽ ഈ അസത്യവാചകൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഇല്ല, എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പറയാൻ പറ്റില്ല. ഇവിടെ പറയാൻ പറ്റില്ല. ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. P. മോഹനേന്ദ്രനാണ് ജയിലിൽ കിടന്നത്. സ്മൃതിയുടെ പാട്ടപ്പറമ്പിലാണോ P. മോഹൻ കിടക്കുന്നത്? ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. സ്ത്രീലംബടനായ ഒരു മനുഷ്യനോട് ഒരു മിനിറ്റ്. ഈ ചർച്ചയിൽ നിന്ന് അനിൽകുമാറിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യണം. ഇല്ല, ഈ ചർച്ചയിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല. ഇത് മ്യൂട്ട് ചെയ്തേക്കാം. ശ്രീകുമാർ, ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.